പ്രദേശവാസികൾ എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ്. റോഡ് ഉപരോധിക്കുന്നുണ്ട്. മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്നതിന് മുൻപ് അവർക്കൊരു ഉത്തരം വേണം, അവർക്കൊരു ഉറപ്പ് വേണമെന്നൊക്കെ അവിടെയുള്ള നാട്ടുകാർ, പ്രദേശവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് ഗേറ്റ് പൊളിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. വന്യമൃഗങ്ങളുടെ ആവാസ സംവിധാനത്തോടാണ് ഞങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്തു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വാഗ്ദാനവും പാലിക്കപ്പെടുന്നില്ല. കൃത്യമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം കൃത്യമായ സംവിധാനം ഉണ്ടാകാതെ ഞങ്ങൾ ആരും ഇവിടുന്ന് പിരിഞ്ഞു പോയില്ല. കർണാടക ഗവൺമെൻറ് എന്താ പറയുക, ശക്തമായ ഒരു അനാസ്ഥ അതിൻ്റെ പുറകിലുണ്ട്. കാരണം ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയെ ഇങ്ങനെ ഈ നാട്ടിലേക്ക് തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കേരള സർക്കാരിന് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വിശദമായി പരിശോധിക്കണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകെ വന്നിട്ട് ഈ ആളുകൾക്ക് വിവരം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.